ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി ഒരുപക്ഷെ ഇത്രയും കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കില്ല. ബി.ജെ.പി ലക്ഷ്യം വെച്ചിരുന്നു 10ഓളം സീറ്റുകളിൽ ശക്തമായി പ്രവർത്തിക്കാൻ. പക്ഷേ 3 സീറ്റുകൾ ലഭിക്കും എന്ന് ഒരുപക്ഷെ ബി.ജെ.പി പ്രതീക്ഷിച്ചിരിക്കില്ല. നേമവും മഞ്ചേശ്വരവുമാണ് ബി.ജെ.പി ഉറച്ചു പ്രതീക്ഷിച്ചത്. പക്ഷേ മഞ്ചേശ്വരത്ത് ബി.ജെ.പിക്ക് അടുക്കാൻ പോലും കഴിഞ്ഞില്ല. അവിടെ UDFന്റെ വലിയ മുന്നേറ്റമായിരുന്നു. കഴക്കൂട്ടത്തും ഏതായാലും നേമത്തുമൊക്കെ തന്നെ നേരിയ ഭൂരിപക്ഷത്തിലാണ്, നേരിയ ലീഡിലാണ് ബി.ജെ.പി വിജയിക്കുന്നുവെങ്കിൽ പോലും നിയമസഭയിലേക്ക് ഇപ്പോൾ കഴക്കൂട്ടത്തു നിന്നും നേമത്തു നിന്നും ചാത്തന്നൂരിൽ നിന്നും 3 MLA-മാർ ബി.ജെ.പിക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ 3-ൽ നിന്ന് ഇനി ഈ നിയമസഭ പിടിക്കുക, സംസ്ഥാനം പിടിക്കുക എന്നൊരു വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കായിരിക്കും ഇനി കേരളത്തിൽ ബി.ജെ.പി മുന്നോട്ട് പോകാൻ പോകുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബി.ജെ.പി ചെറിയ സീറ്റുകളിൽ 1-2 സീറ്റുകളിൽ ആദ്യം വിജയിക്കുന്നു, പിന്നീട് അവിടെ വലിയ മുന്നേറ്റം നടത്തുന്നത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബി.ജെ.പി പിടിച്ചിട്ടുള്ള പശ്ചിമ ബംഗാൾ സംസ്ഥാനം, പശ്ചിമ ബംഗാളിൽ 1 സീറ്റിലോ 2 സീറ്റിലോ വിജയിച്ച ബി.ജെ.പിയാണ് ഇന്ന് ആ സംസ്ഥാനം ഭരിക്കുന്നത്. വെറും 15 വർഷത്തിനുള്ളിൽ 3 ടേമിനുള്ളിൽ അവിടെ വലിയൊരു മുന്നേറ്റം നടത്താൻ ബി.ജെ.പിക്ക് സാധിച്ചിരിക്കുന്നു. 198 സീറ്റിന്റെ ലീഡാണ് പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി നേടിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയമായി വളരാൻ ബി.ജെ.പിക്ക് ഇനി കേരളത്തിൽ സാധിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണണം. ബി.ജെ.പി ആ നിലയിൽ തന്നെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഏതായാലും ഈ 3-ൽ നിന്ന് ഇനി എത്ര സീറ്റുകൾ കേരള നിയമസഭയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി.ജെ.പി ഉയർത്തും, അതിനായി എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങൾ ബി.ജെ.പി കേരളത്തിൽ നടത്താൻ പോകുന്നു എന്നൊക്കെ കൗതുകത്തോടെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുക തന്നെ ചെയ്യും. ഏതായാലും 3 സീറ്റാണ്, 3 MLA-മാർ ബി.ജെ.പിക്ക് കേരള നിയമസഭയിൽ ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകാൻ പോവുകയാണ്. നേമത്തെ 2016-ൽ ഒ രാജഗോപാലിന്റെ വിജയമുണ്ടായി. ആ ഒരു സീറ്റ് നേമത്ത് പൂട്ടിച്ചത് വി ശിവൻകുട്ടിയാണ്. അത് ഉയർത്തി കാണിച്ച് വലിയ രാഷ്ട്രീയ നീക്കം CPM ഒക്കെ തന്നെ കേരളത്തിൽ രാഷ്ട്രീയ പ്രചരണം CPM കേരളത്തിൽ നടത്തിയെങ്കിൽ പോലും അതൊന്നും ഫലം കണ്ടില്ല. ഏതായാലും ഇപ്പോൾ ബി.ജെ.പിക്ക് 3 MLA-മാർ കേരള നിയമസഭയിൽ ഉണ്ടാകാൻ പോവുകയാണ്. നേമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനാക്കി ബി.ജെ.പി കേരളത്തിൽ നടത്തിയിട്ടുള്ള ഈ നീക്കത്തിന് ഫലം കാണുന്നു എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിക്കാനായി തിരുവനന്തപുരത്ത് ഇപ്പോൾ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുന്നു, കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുന്നു, ചാത്തന്നൂർ പിടിച്ചെടുക്കുന്നു. 3 സീറ്റുകൾ ബി.ജെ.പിക്ക് ലഭിക്കുകയാണ്. അടുത്ത വിജയങ്ങൾ കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി വിജയിച്ചിരിക്കുകയാണ്. ലീഡ് 55,366. കോന്നിയിൽ LDF ലീഡ് 1598 ഇനി എണ്ണാനുള്ളത് അരുവാപ്പുലം പഞ്ചായത്തിലെ ബൂത്തുകൾ മാത്രമാണ്. കോന്നിയിലും ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. ബി.ജെ.പി 3 അക്കൗണ്ട് തുറക്കുമ്പോൾ PC ജോർജിന്റെ പ്രതികരണം വരുന്നുണ്ട്. കേരളത്തിൽ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞു വീശി എന്നാണ് PC ജോർജ് പറയുന്നത്. എല്ലായിടത്തും ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിച്ചു. PC വിരുദ്ധ തരംഗവും പൂഞ്ഞാറിൽ ആഞ്ഞു വീശി. അതെ. പൂഞ്ഞാറിൽ പരാജയപ്പെട്ടാലും പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം തുടരുമെന്നാണ് പറയുന്നത്. അപ്പോൾ തുടരും അത്ര ആരോഗ്യമുണ്ടെങ്കിൽ ഇനിയും മത്സരിക്കുമെന്ന് കൂടി PC ജോർജ് പറയുന്നുണ്ട്. ഏതായാലും കോന്നിയിൽ LDF ലീഡ് 1598. കൊണ്ടോട്ടി അഷ്റഫ് അലി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 55,366. KC വേണുഗോപാൽ അടക്കം എല്ലാ നേതാക്കളും VD സതീശന്റെ നിലപാടുമൊക്കെ തനിക്ക് സഹായകമായിരുന്നു എന്ന PV അൻവർ നന്ദിയോട് ഓർമ്മിക്കുന്നു. പക്ഷേ താൻ റിയാസിനെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കുരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേട്ടമായി ഇപ്പോൾ അദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതായാലും ഏറെ നേരത്തെ പോരാട്ടത്തിനൊടുവിൽ കോഴിക്കോട് ഒരേ ഒരു സീറ്റ് മാത്രമാണ് LDF നേടാനായിരിക്കുന്നത്. ബേപ്പൂരിലാണ്, അത് മുഹമ്മദ് റിയാസിനാണ്. അവിടെയാണ് PV അൻവറിന്റെ പ്രതികരണം വരുന്നത്. പരാജയം CPM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ പ്രഹരം തന്നെയാണ്. ഇത്രയും വലിയൊരു പരാജയം ഏതായാലും കേരളത്തിൽ ഇടതുപക്ഷം പ്രതീക്ഷിച്ചിരിക്കില്ല. ഈ പരാജയത്തിന് 33ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. നോക്കൂ, CPIM-ലെ പ്രവർത്തകരും പാർട്ടി അണികളും തന്നെയാണ് ഈ പരാജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നുകൂടി നമ്മൾ വിലയിരുത്തണം. അപ്പോൾ പാർട്ടി നേതൃത്വത്തെ തിരുത്താനുള്ള ഒരു ജനവിധി കൂടിയാണത്. ഒരു പാഠമായി ഇത് എത്ര പേർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പോൾ MV ഗോവിന്ദനും TP രാമകൃഷ്ണനും പ്രതികരിച്ച പോലെയല്ല M സ്വരാജിന് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ പരാജയപ്പെടുത്തിയ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണോ എന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് വായിക്കേണ്ടതുണ്ട്. 33 LDF ജയിച്ചത് എന്ന് പറയുമ്പോൾ, മുന്നേറുന്നു എന്ന് പറയുമ്പോൾ അതിൽ CPM-ന് എത്ര സീറ്റുണ്ട് എന്നുകൂടി കൃത്യമായി കാണേണ്ടതാണ്. CPM-ന് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ കുറവാണോ എന്നുകൂടി സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു വിലയിരുത്തലിലേക്ക്
എത്താനുള്ള അല്ലെങ്കിൽ ഒരു ആത്മപരിശോധന നടത്താനുള്ള സമയമായി CPM അതിനെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. CPM അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നോക്കൂ, മൂന്നിടത്ത് വിജയിച്ചിരിക്കുന്ന BJP ഒന്നുകൂടി ഗ്രൗണ്ട് വലുതാക്കുകയും മുന്നോട്ട് കയറുകയും ഒക്കെ ചെയ്യും. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്നുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും BJP കരുത്തുകൂട്ടി കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ശക്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ CPM-നെ പോലെ ഇടതുപക്ഷത്തെ പോലെയുള്ള രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ ഉണ്ടാകേണ്ടത് കേരളത്തിന്റെ ഭാവിക്ക് നല്ലതാണ്. അപ്പോൾ ഈ തെറ്റുകൾ തിരുത്തി ഇടതുപക്ഷം ഇനി ശക്തിപ്പെട്ട് മുന്നോട്ട് വരേണ്ടതാണ്. അതിനായി CPIM എന്തൊക്കെ തീരുമാനമെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പരാജയം ആ അർത്ഥത്തിൽ CPM ഉൾക്കൊള്ളേണ്ടതാണ്. ഇനി CPM-ൽ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇനി നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പലരും വിമർശിച്ചിരുന്നു. ഏകാധിപത്യ സമീപനം ഈ പാർട്ടിക്കുണ്ട് എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അന്നൊക്കെ അതിനെതിരെയൊക്കെ തന്നെ ശക്തമായ നിലപാടുകൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇനി അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനാകില്ല. ചർച്ചകൾ നടത്തേണ്ടി വരും. വിമർശനങ്ങൾ ഉയർന്നാൽ ആ വിമർശനങ്ങളിൽ ചർച്ചകൾ നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി പാർട്ടിക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഏതായാലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPIM ഇടതുപക്ഷവും മാറുന്നു എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം കൂടിയാണ്. നോക്കൂ, കോവളത്ത് അഡ്വക്കേറ്റ് M. വിൻസെന്റ് വിജയായിരിക്കുന്നതാണ്. ഭൂരിപക്ഷം 32,750 വോട്ടിനാണ് M. വിൻസെന്റ് തുടർ വിജയം നേടിയിരിക്കുന്നത്. കോന്നിയിൽ കാര്യങ്ങൾ പിന്നെയും മാറിമറിയുന്നുണ്ട്. കോന്നിയിൽ KU ജനീഷ് കുമാറിന് നേരിയ സാധ്യതയുണ്ട്. ചെറിയ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ വിജയിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനാകുന്ന വിവരം. കോന്നിയിൽ ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഇനി എണ്ണാനുള്ളത് അരുവാപ്പുലം പഞ്ചായത്തിലെ ബൂത്തുകൾ മാത്രമാണ്. കോവളത്ത് അഡ്വക്കേറ്റ് M. വിൻസെന്റ് വിജയിച്ചിരിക്കുന്നു. 79,601 വോട്ടാണ് പിടിച്ചത്. 32,709 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് M. വിൻസെന്റ് കോവളത്ത് വിജയിച്ചിരിക്കുന്നത്. കോന്നിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കോന്നിയിൽ ചെറിയ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. 1598 നിലവിൽ LDF സ്ഥാനാർത്ഥി ജനീഷ് കുമാറിന്റെ നിലവിലെ ലീഡ് എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ആശങ്കപ്പെടുന്ന ഒരു കാര്യം, ഇപ്പോൾ മൂന്നിടത്ത് BJP വിജയിക്കുമ്പോൾ BJP രണ്ടാമതെത്തിയ മണ്ഡലങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ആറ്റിങ്ങൽ, കാസർഗോഡ്, മലമ്പുഴ, മഞ്ചേശ്വരം, തിരുവല്ല, പാലക്കാട് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും BJP രണ്ടാമതാണ്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവിടെ ഒന്നാമതെത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ചാത്തന്നൂരിൽ ഇത്തവണ BJP വിജയിച്ചത് ആ നിലയിലാണ്. ചാത്തന്നൂരിൽ അങ്ങനെ ഒരു വിജയം BJP പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ BJP രണ്ടാം സ്ഥാനത്തെത്തിയ എല്ലാ മണ്ഡലങ്ങളിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയ നീക്കം, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ തന്നെ BJPയും RSSും കൂടുതൽ ശക്തമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. BJPയുടെ രാഷ്ട്രീയ ശൈലി അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്ത്യ മുഴുവൻ BJP പിടിക്കുന്ന സാഹചര്യമാണ്. പശ്ചിമ ബംഗാൾ വരെ BJP പിടിച്ചിരിക്കുന്നു എന്നതാണ് ആ സംസ്ഥാനത്തെ സംബന്ധിച്ച്. ശരി 102 UDF ലീഡ് ഉയർത്തി 35 LDF തകർന്ന് തരിപ്പണമാകുന്നു. 3 BJP അക്കൗണ്ട് തുറക്കുകയാണ്.